അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന ഭാഗത്തെ ഹിമാലയൻ നദികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപദ്വീപീയ നദികളാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ പ്രധാനപ്പെട്ട നദികൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ ഉപദ്വീപിലെ നദികൾ നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. അപ്പോൾ ഇത്രയും നദികളാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ ഉപദ്വീപിലെ നദികൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപദ്വീപിലെ നദികളെ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. എങ്ങനെയാണ് ആ തരംതിരിവ്? പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളും കിഴക്കു വശങ്ങളിലേക്ക് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളും. പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ് നർമ്മദ, താപ്തി, സബർമതി, ലൂണി, ബാഹി തുടങ്ങിയ നദികൾ. കിഴക്കു വശങ്ങളിലേക്ക് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ് ഗോദാവരി, മഹാനദി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികൾ. ഈ നദികളെ പറ്റിയെല്ലാം വളരെ വിശദമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ്. പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികൾ 90% വന്ന് പതിക്കുന്നത് അറബിക്കടലിലാണ് അല്ലെങ്കിൽ അറേബ്യൻ സീയിലാണ്. പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ആദ്യത്തെ ഉപദ്വീപിയൻ നദിയാണ് നർമ്മദ. നർമ്മദ എന്ന് പറയുന്ന നദിയെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ PSCയുടെ മത്സര പരീക്ഷകളിൽ കാണാറുണ്ട്. നർമ്മദ എന്ന് പറയുന്ന നദിയുടെ ഉത്ഭവം നമുക്ക് നോക്കാം. എവിടെയാണ് നർമ്മദ എന്ന് പറയുന്ന നദി ഉത്ഭവിക്കുന്നത്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ എവിടെയാണ്? മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിലാണ്. ഒരു പീഠഭൂമിയുടെ പേരാണ് അമർകണ്ടക് എന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല മലനിരകൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. മൈക്കല മലനിരകൾ. അപ്പൊ നർമ്മദയുടെ ഉത്ഭവം എവിടെയായിരുന്നു? മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ അമർകണ്ടക് പീഠഭൂമിയിലെ മൈക്കല മലനിരകൾ. ഇനിയും നർമ്മദയുടെ നീളം എത്രയാണ്? മുൻകാല ചോദ്യമാണ്. നർമ്മദാ നദിയുടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 1312 കിലോമീറ്റർ ആണ്. 1312 കിലോമീറ്റർ നീളമുള്ള നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. നർമ്മദ പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഒരു ഉപദ്വീപിയൻ നദിയാണ്. പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ്. പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. ഇനി നർമ്മദ നദി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രേവ എന്ന് പറയുന്നത്. രേവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് നർമ്മദ. മറ്റൊരു പേരുകൂടിയുണ്ട് നർമ്മദയ്ക്ക്, ജതശങ്കരി. അപ്പോൾ രണ്ടു പേരുകളായിട്ടുണ്ട് അല്ലെ. രേവ എന്നും ജതശങ്കരി എന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? രേവ, ജതശങ്കരി ആരുടെ പേരുകളാണ്? നർമ്മദയുടെ പേരുകളാണ്. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കീർത്തിനാശിനി, വിഷ്ണുപാതി, ഗംഗയുടെ പേരുകളാണ്. അങ്ങനെ ചേർത്ത് വെച്ച് പഠിക്കണം. രേവ, ജതശങ്കരി. രേവയെന്നും ജതശങ്കരി എന്നും അറിയപ്പെടുന്ന നദിയാണ് ഏത്? നർമ്മദ. നർമ്മദ മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മധ്യപ്രദേശിൽ നിന്ന് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വരുന്നു. മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലേക്ക് വരുന്നു. ഗുജറാത്ത് വഴിയാണ് നർമ്മദ എവിടെ പതിക്കുന്നത്? അറബിക്കടലിൽ പതിക്കുന്നത്. അതിൽ രണ്ട് സ്റ്റേറ്റുകളുടെ പേരുകൾ ഓർത്തു വെക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ് മധ്യപ്രദേശ്, രണ്ടാമത്തെ സ്റ്റേറ്റ് ഗുജറാത്ത്. മധ്യപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും ജീവരേഖ, ലൈഫ് ലൈന്, മധ്യപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ്. അപ്പോൾ മധ്യപ്രദേശിന്റെ ജീവരേഖ ഏതാണ്? അല്ലെങ്കിൽ ഗുജറാത്തിന്റെ ജീവരേഖ ഏതാണ് എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഏതാണ്? നർമ്മദയാണ്. ഈ നർമ്മദാ നദിക്ക് വടക്കു വശത്തായിട്ട് ഇവിടെയായിട്ടൊരു പർവ്വത നിരയുണ്ട്. ആ പർവ്വതത്തിന്റെ പേരാണ് വിന്ധ്യ പർവ്വതം എന്ന് പറയുന്നത്. പർവ്വതത്തിന്റെ പേരെങ്ങനെയായിരുന്നു? വിന്ധ്യ പർവ്വതം. ഇനി നർമ്മദാ നദിക്ക് തെക്കു വശത്തായിട്ട് ഇവിടെയായിട്ട് മറ്റൊരു പർവ്വത നിരയുണ്ട്. അതിന്റെ പേരാണ് സത്പുര പർവ്വതം. യഥാർത്ഥത്തിൽ വിന്ധ്യാ പർവ്വതത്തിനും സത്പുര പർവ്വതത്തിനും മധ്യഭാഗത്തൂടി ഒഴുകുന്ന നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. നല്ല ചോദ്യമാണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. വിന്ധ്യാ പർവ്വതത്തിനും സത്പുര പർവ്വതത്തിനും മധ്യഭാഗത്തൂടി ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ ഏതായിട്ട് വരും? നർമ്മദയാണ്. ഇനിയും ഈ വിന്ധ്യാ പർവ്വത നിരയ്ക്ക് മറ്റൊരു പ്രത്യേകതയോടെയുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ, ജോഗ്രഫിക്കലി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന പർവ്വതം കൂടിയാണ് വിന്ധ്യാ പർവ്വതം. അതായത് ഈ വിന്ധ്യാ പർവ്വതത്തിന് വടക്കുള്ള വശം, മുകൾ വശമുള്ള വശം
അതായത് ഈ വിന്ധ്യാപർവ്വതത്തിന് വടക്ക് ഉത്തരേന്ത്യ എന്നും വിന്ധ്യാപർവ്വതത്തിന് തെക്ക് സൗത്ത് ഇന്ത്യ എന്നുമാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വത നിരയാണ് വിന്ധ്യാപർവ്വതം. ചേർത്ത് വെച്ച് പഠിക്കണം. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ നർമ്മദയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദിയാണ് ഏത്? നർമ്മദ എന്ന് പറയുന്നത്. ഇനിയും നർമ്മദാ നദിക്ക് വടക്ക് വശത്തായിട്ട് ഏകദേശം എന്താ ഇവിടെയായിട്ട് രാജസ്ഥാന്, ഗുജറാത്ത്, മധ്യപ്രദേശ് ഭാഗങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു പീഠഭൂമിയുണ്ട്. ആ പീഠഭൂമിയുടെ പേരാണ് മാൾവ പീഠഭൂമി. ആ പീഠഭൂമിയുടെ പേരാണ് മാൾവ പീഠഭൂമി. ഇനി നർമ്മദയ്ക്ക് തെക്ക് മറ്റു ഒരു പീഠഭൂമിയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. അങ്ങനെ മാൾവ പീഠഭൂമിയെയും ഡെക്കാൻ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി കൂടിയാണ് ഏതാ? നർമ്മദ. അപ്പൊ മാൾവ പീഠഭൂമിയെയും ഡെക്കാൻ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി ചോദിച്ചാൽ ഏതാണ്? നർമ്മദയാണ്. നമ്മൾ ഈ പറയുന്ന നർമ്മദാ നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ്? അത് നർമ്മദയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയും ഏതാണ്? നർമ്മദയാണ്. ഇനി മധ്യപ്രദേശിലേക്ക് വരികയാണെങ്കിൽ മധ്യപ്രദേശിലെ വളരെ പ്രശസ്തമായ ഒരു ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് കൻഹ നാഷണൽ പാർക്ക്. മധ്യപ്രദേശിലാണ് കൻഹ എന്ന് പറയുന്ന നാഷണൽ പാർക്ക് ഉള്ളത്. ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന നോവലിന് പ്രമേയമായിട്ടുള്ള നാഷണൽ പാർക്കാണ് കൻഹ നാഷണൽ പാർക്ക്. ആ കൻഹ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് ഏത്? നർമ്മദ എന്ന് പറയുന്നത്. അപ്പൊ നർമ്മദാ നദി ഒഴുകുന്ന ദേശീയ ഉദ്യാനമാണ് ഏതെന്ന് പറയുന്നത്? കൻഹ എന്ന് പറയുന്നത്. ഇനി മധ്യപ്രദേശില് നർമ്മദാ നദി ഉത്ഭവിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ജബൽപൂർ എന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട സിറ്റികളിൽ ഒന്നാണ് ജബൽപൂർ എന്ന് പറയുന്നത്. ആ ജബൽപൂരിൽ നർമ്മദയിൽ അത്യാവശ്യം വലിയൊരു വാട്ടർഫാൾസ് ഉണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. അതിന്റെ പേരാണ് ദുവാന്തർ എന്ന് പറയുന്നത്. ദുവാന്തർ വെള്ളച്ചാട്ടം. ഈ ദുവാന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നർമ്മദയാണ് ആൻസർ. ഇത് എവിടെയാണ് എന്ന് ചോദിക്കും. മധ്യപ്രദേശ് ആണെന്ന് നമുക്കറിയാം. എന്നാൽ മധ്യപ്രദേശിൽ എവിടെയാണെന്ന് ചോദിക്കും. മധ്യപ്രദേശിൽ എവിടെയാണ്? ജബൽപൂരിലാണ്. മധ്യപ്രദേശിൽ എവിടെയാണ്? ജബൽപൂരിലാണ്. ഇനി ദുവാന്തർ എന്ന പേരിലേക്ക് വരുന്ന സമയം നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു പേരാണ് ദൂദ്സാഗർ. ദൂദ്സാഗർ വെള്ളച്ചാട്ടം. എവിടെയാണ് ദൂദ്സാഗർ വെള്ളച്ചാട്ടം? അത് ഗോവയിലാണ്. ഗോവയിലുള്ള വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ഏത്? ദൂദ്സാഗർ. ഏത് നദിയിലാണ്? മണ്ഡോവി നദിയിലാണ്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മണ്ഡോവിയാണ്. മണ്ഡോവി നദിയിലുള്ള വെള്ളച്ചാട്ടമാണ് ഏത്? ദൂദ്സാഗർ വെള്ളച്ചാട്ടം. നമുക്ക് നേരെ തിരിച്ച് നർമ്മദയിലേക്ക് വരാം. ജബൽപൂരിലെ നർമ്മദാ നദിയിലുള്ള വാട്ടർഫാൾസിന്റെ പേരാണ് ദുവാന്തർ എന്ന് പറയുന്നത്. ഇനിയും നർമ്മദ പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ് അല്ലെ. അതായത് മധ്യപ്രദേശിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് ഒഴുകുന്നു, മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലേക്ക് ഒഴുകുന്നു, ഗുജറാത്തിലൂടെ എവിടെ വന്ന് പതിക്കുന്നു? അറബിക്കടലിൽ വന്ന് പതിക്കുന്ന നദിയാണ് ഏത്? നർമ്മദ എന്ന് പറയുന്നത്. അപ്പൊ നർമ്മദാ നദിയെ പറ്റിയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. എക്സാമിന് ചോദിച്ച ഒരുപാട് പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉത്ഭവം എവിടെയായിരുന്നു? മധ്യപ്രദേശിലായിരുന്നു. മധ്യപ്രദേശിൽ എവിടെയാണ്? അമർകണ്ടക് പീഠഭൂമിയിലാണ്. അമർകണ്ടക് പീഠഭൂമിയിൽ എവിടെയാണ്? മൈക്കല മലനിരകൾ. അപ്പോൾ നർമ്മദയ്ക്ക് മുകളിലുള്ള വിന്ധ്യാപർവ്വതത്തെയും നർമ്മദയ്ക്ക് തെക്ക് വശത്തുള്ള സത്പുരാ പർവ്വതത്തെയും കണക്ട് ചെയ്യുന്ന മലനിരകളാണ് മൈക്കല മലനിരകൾ. ആ മൈക്കല മലനിരകളിൽ നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. ഇനിയും ജീവരേഖയാണ് അല്ലെ. ഏതെല്ലാം സ്റ്റേറ്റുകളുടെ ജീവരേഖയാണ്? ഗുജറാത്തിന്റെ ജീവരേഖയാണ്. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലെയും ജീവരേഖയാണ് ഏത്? നർമ്മദ. രണ്ടു പേരുകൾ രേവ, ജതശങ്കരി. രേവയെന്നും ജതശങ്കരി എന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് ഏത്? നർമ്മദ എന്ന് പറയുന്നത്. പിന്നെ ജോഗ്രഫിക്കലി ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി നർമ്മദയാണ്. പർവ്വത നിരയാണ് ഏത്? വിന്ധ്യാപർവ്വത നിര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? നർമ്മദയാണ്. ഇനി നമ്മൾ മറ്റൊരു വാട്ടർഫാൾസിന്റെ പേര് പറഞ്ഞു. ഏതാണ്? ദുവാന്തർ വെള്ളച്ചാട്ടം. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. ജബൽപൂർ എന്ന് പറയുന്നത് ഒരുപാട് മാർബിൾ ശിലകൾക്ക് പ്രശസ്തമായ നാടാണ്. ആ മാർബിൾ ശിലകൾക്കിടയിലൂടെയാണ് ദുവാന്തർ വെള്ളച്ചാട്ടം ഒഴുകുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട്
ധുവാന്തറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാർബിൾ ഫാൾസ്. മാർബിൾ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ഏത്? ധുവാന്തർ വെള്ളച്ചാട്ടം. ഇനിയും നർമ്മദ അങ്ങനെ വന്ന് എവിടെയാ പതിക്കുന്നത്? അറബിക്കടലിലാണ്. നർമ്മദ എവിടെയാ വന്ന് പതിക്കുന്നതെന്ന് ചോദിച്ചാൽ അറേബ്യൻ സീയിലാണ് നർമ്മദ വന്ന് പതിക്കുന്നത്. പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയത്, പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? നർമ്മദയാണ്. ഇനിയും നർമ്മദയുമായി ബന്ധപ്പെട്ട ചില നഗരങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നദികൾ പഠിക്കുന്ന സമയത്ത് നദീതീര പട്ടണങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അങ്ങനെ പഠിക്കേണ്ട ഒരു പേരാണ് ജബൽപൂർ എന്ന് പറയുന്നത്. ജബൽപൂർ എവിടെയാണ്? മധ്യപ്രദേശിലാണ് അല്ലെ. മധ്യപ്രദേശിലെ ജബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? മധ്യപ്രദേശിലെ ജബൽപൂർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദയുടെ തീരത്താണ്. മറ്റൊരു നഗരമാണ് ഓംകാരേശ്വർ എന്ന് പറയുന്നത്. ഓംകാരേശ്വർ എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് ഓംകാരേശ്വർ. ഓംകാരേശ്വർ ഏത് നദിയുടെ തീരത്താണ്? ഓംകാരേശ്വർ സ്ഥിതി ചെയ്യുന്നത് നർമ്മദയുടെ തീരത്താണ്. ഹോഷങ്കാബാദ് മധ്യപ്രദേശിലെ സ്ഥലമാണ് ഹോഷങ്കാബാദ്. ഹോഷങ്കാബാദും ഏത് നദിയുടെ തീരത്താണ്? നർമ്മദയുടെ തീരത്താണ്. അപ്പോൾ 3 സ്ഥലങ്ങളാണ് പറഞ്ഞത്: ജബൽപൂര, ഓംകാരേശ്വർ, ഹോഷങ്കാബാദ്. ഈ 3 സ്ഥലങ്ങൾ മധ്യപ്രദേശിലാണ്, നർമ്മദയുടെ തീരത്താണ്. എന്നാൽ നർമ്മദ അറബിക്കടലിൽ പതിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടൊരു സ്ഥലമുണ്ട്. എവിടെ വെച്ചാണ് അറബിക്കടലിൽ പതിക്കുന്നത്? ഗുജറാത്തിൽ വെച്ചാണ്. ആ സ്ഥലത്തിന്റെ പേരാണ് ബറൂച്ച് എന്ന് പറയുന്നത്. ബറൂച്ച്, ഗുജറാത്തിലെ ബറൂച്ച് ഏത് നദിയുടെ തീരത്താണ്? നർമ്മദയുടെ തീരത്താണ്. അപ്പോൾ പ്രധാനമായും 4 സിറ്റികൾ ഓർത്തു വെക്കുക: ജബൽപൂര, ഹോഷങ്കാബാദ്, ഓംകാരേശ്വർ, ബറൂച്ച്. ഈ 4 നഗരങ്ങൾ നർമ്മദയുടെ തീരത്താണ്. ഇനിയും ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉള്ളത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഡാമായിട്ട് ഓർത്തു വെക്കേണ്ടതാണ് സർദാർ സരോവർ ഡാം. നർമ്മദാ നദിയിൽ നിങ്ങളൊരു ഡാം പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ പേരായിരിക്കണം ഏത്? സർദാർ സരോവർ ഡാം. അപ്പോൾ സർദാർ സരോവർ ഡാം ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലുള്ള ഡാമാണ് സർദാർ സരോവർ ഡാം. അത് നർമ്മദാ നദിയിലാണ്. രണ്ടാമത്തെ ഡാമാണ് ഇന്ദിരാസാഗർ ഡാം. ഇന്ദിരാസാഗർ ഡാം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ നർമ്മദാ നദിയിലുള്ള ഡാമാണ് ഇന്ദിരാസാഗർ ഡാം. 3 ഓംകാരേശ്വർ ഡാം. നർമ്മദാ നദിയിലെ 3ാമത്തെ ഡാമായിട്ട് പഠിക്കേണ്ട ഡാമാണ് ഓംകാരേശ്വർ ഡാം. ഓംകാരേശ്വർ ഡാം മധ്യപ്രദേശിലാണ്, നർമ്മദാ നദിയിലാണ്. 4ാമത്തെ ഡാമാണ് ബാർഗി ഡാം. 4ാമത്തെ ഡാം ബാർഗി ഡാം. മധ്യപ്രദേശിലെ ഒരു സ്ഥലമാണ് ബാർഗി. അവിടെയാണ് ബാർഗി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇനിയും ഒരു ഡാം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ആ ഡാമാണ് മഹേശ്വർ ഡാം. മഹേശ്വർ ഡാം. മഹേശ്വർ ഡാം എവിടെയാണ്? മധ്യപ്രദേശിലാണ്, നർമ്മദാ നദിയിലാണ്. അപ്പോൾ പ്രധാനമായിട്ടും നർമ്മദാ നദിയിൽ 5 ഡാമുകളാണ് നമ്മൾ പഠിച്ചത്: സർദാർ സരോവർ ഡാം, ഇന്ദിരാസാഗർ ഡാം, ഓംകാരേശ്വർ ഡാം, ബാർഗി ഡാം, മഹേശ്വർ ഡാം. സർദാർ സരോവർ ഡാം ഗുജറാത്തിലാണ്. ബാക്കിയുള്ള എല്ലാ ഡാമുകളും എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇനിയും നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ പോഷക നദിയാണ് താവ എന്ന് പറയുന്നത്. താവ എന്ന് പറയുന്നത് മുൻ ക്ലാസ്സുകളിൽ നമ്മളൊരു നദിയുടെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് താവി എന്നാണ്. താവി അല്ലെ. താവി ആരുടെ ട്രിബ്യൂട്ടറി ആണ്? താവി ചിനാബിന്റെ പോഷക നദിയാണ്. ജമ്മു സ്ഥിതി ചെയ്യുന്നത് താവി നദിയുടെ തീരത്താണ്. പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് താവിയാണോ? അല്ല. പിന്നെ എങ്ങനെയാണ്? താവയാണ്. അപ്പോൾ നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് താവ എന്ന് പറയുന്നത്. ബെൻചാർ മറ്റൊരു പോഷക നദിയാണ് ബെൻചാർ. ഹിരൺ ഷേർ എപ്പോഴും ചോദിക്കുന്ന 2 നദികൾ. ഹിരൺ ഷേർ ആരുടെ പോഷക നദികളാണ്? നർമ്മദയുടെ പോഷക നദികളാണ്. അപ്പൊ നർമ്മദ എന്ന് പറയുന്ന നദിയെ പറ്റി ചോദിച്ച എല്ലാ പോയിന്റുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നർമ്മദയുടെ ഒറിജിൻ എവിടെയായിരുന്നു? മധ്യപ്രദേശിലായിരുന്നു. അമർകണ്ടക് പീഠഭൂമിയിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? നർമ്മദയാണ്. നർമ്മദയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ജബൽപൂര, ഹോഷങ്കാബാദ്, ഓംകാരേശ്വർ, ബറൂച്ച് എന്നിവ. നർമ്മദയിലുള്ള പ്രധാനപ്പെട്ട ഡാമുകളാണ് ഇന്ദിരാസാഗർ ഡാം, ഓംകാരേശ്വർ ഡാം, മഹേശ്വർ ഡാം, ബാർഗി ഡാം തുടങ്ങിയവ. ഇനി നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് താവ, ബെൻചാർ, ഹിരൺ, ഷേർ തുടങ്ങിയവ. ഇനി
പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ നദിയായി പഠിക്കേണ്ട നദിയാണ് താപ്തി എന്ന് പറയുന്ന നദി. താപ്തി എന്ന് പറയുന്ന നദിയാണ് രണ്ടാമത്തെ നദി. താപ്തി നദിയും എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറ് വശത്തൂടെയാണ് ഒഴുകുന്നത്, അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തേക്കാണ് താപ്തി ഒഴുകുന്നത്. പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഒന്നാമത്തെയാണോ? അല്ല. ഒന്നാമത്തെ നദി ഏതാണ്? നർമ്മദയാണ്. രണ്ടാമത്തെ നദിയാണ് താപ്തി എന്ന് പറയുന്നത്. പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദിയാണ് താപ്തി. താപ്തിയുടെ നീളമാണ് 724 കിലോമീറ്റർ. 724 കിലോമീറ്റർ നീളമാണ് താപ്തിക്കുള്ളത്. താപ്തി നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിൽ നിന്ന് തന്നെയാണ്. മധ്യപ്രദേശിൽ എവിടെയാണ്? സത്പുര പർവ്വത നിരകളിലാണ്. ആ സത്പുര പർവ്വത നിരകളിലെ മുൾട്ടായി, ഈ വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, മുൾട്ടായി മലനിരകളിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ സത്പുര പർവ്വത നിരകളിലെ മുൾട്ടായി മലനിരകളിൽ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയൻ നദിയാണ് താപ്തി എന്ന് പറയുന്നത്. താപ്തിയുടെ നീളമാണ് 724 കിലോമീറ്റർ. നർമ്മദയുടെ നീളം എത്രയായിരുന്നു? 1312 കിലോമീറ്റർ. താപ്തി 724 കിലോമീറ്റർ. താപ്തിയുമായി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് താപ്തിയെ പലപ്പോഴും വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ് നർമ്മദയുടെ ഇരട്ട. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇരട്ട നദികൾ. ഇന്ത്യയിലെ ഇരട്ട നദികളാണ് നർമ്മദയും താപ്തിയും എന്ന് പറയുന്നത്. നർമ്മദ ഒഴുകുന്ന 3 സ്റ്റേറ്റുകളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഈ 3 സ്റ്റേറ്റിലൂടെ തന്നെയാണ് ആരും ഒഴുകുന്നത്? താപ്തിയും ഒഴുകുന്നത്. അതായത് താപ്തി ഒഴുകുന്ന 3 സ്റ്റേറ്റുകളാണ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. നർമ്മദ പതിക്കുന്നത് അറബിക്കടലിൽ, താപ്തി പതിക്കുന്നതും എവിടെയാണ്? അറബിക്കടലിലാണ്. നർമ്മദ ഒഴുകുന്നത് പടിഞ്ഞാറ് വശത്തേക്ക്, താപ്തി ഒഴുകുന്നത് എങ്ങോട്ടാണ്? പടിഞ്ഞാറ് വശത്തേക്ക്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ ഉള്ളത് കൊണ്ട് നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി ഏതാണ്? താപ്തിയാണ് കേട്ടോ. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി താപ്തിയാണ്. ഇനിയും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നർമ്മദാ നദിക്ക് തെക്ക് വശത്തായിട്ടാണ് താപ്തി ഉള്ളത്. താപ്തിക്ക് തെക്ക് വശത്തായിട്ട് ആരുണ്ട്? ഗോദാവരി ഉണ്ട് അല്ലെ. ഈ നദിയാണ് ഗോദാവരി എന്ന് പറയുന്നത്. അതായത് ഗോദാവരിക്കും നർമ്മദയ്ക്കും മധ്യഭാഗത്തൂടെ ഒഴുകുന്ന നദിയാണ്. ഗോദാവരിക്കും നർമ്മദയ്ക്കും മധ്യഭാഗത്തൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? താപ്തി എന്ന് പറയുന്നത്. ഇനി താപ്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സൂററ്റ്. എവിടെയാണ് സൂററ്റ്? ഗുജറാത്തിലാണ് അല്ലെ. ഡയമണ്ട് സിറ്റി, ഇന്ത്യയുടെ വജ്ര നഗരം എന്നെല്ലാം അറിയപ്പെടുന്ന നഗരമാണ് സൂററ്റ് എന്ന് പറയുന്നത്. സൂററ്റ് ഏത് നദിയുടെ തീരത്താണ്? താപ്തിയുടെ തീരത്താണ്. സൂററ്റ് സ്ഥിതി ചെയ്യുന്നത് താപ്തിയുടെ തീരത്താണ്. ഇനിയും താപ്തിയുടെ തീരത്തുള്ള മറ്റൊരു നഗരമാണ് നേപ്പാനഗർ. നേപ്പാനഗർ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ മധ്യപ്രദേശിലെ നേപ്പാനഗറും ഗുജറാത്തിലെ സൂററ്റും ഏത് നദിയുടെ തീരത്താണ്? താപ്തിയുടെ തീരത്താണ്. ഇനിയും താപ്തിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പോഷക നദികളിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ പോഷക നദിയായി ഓർത്തു വെക്കേണ്ട നദിയാണ് അരുണാവതി. അരുണാവതി ആരുടെ ട്രിബ്യൂട്ടറിയാണ്? താപ്തിയുടെ ട്രിബ്യൂട്ടറിയാണ്. പിന്നീട് ചോദിക്കാൻ സാധ്യത ആനർ ഗിർന. ചോദിച്ച ചോദ്യമാണ് ആനർ ഗിർന ആരുടെ പോഷക നദികളാണ്? അപ്പോൾ 3 പോഷക നദികൾ ഓർത്തു വെക്കുക. അരുണാവതി, ആനർ ഗിർന. അരുണാവതി, ആനർ ഗിർന ആരുടെ പോഷക നദികളാണ്? താപ്തിയുടെ പോഷക നദികളാണ്. ഇനി താപ്തി നദിയിലേക്ക് വരുന്ന സമയത്ത് അണക്കെട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ 2 എണ്ണമായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത. അതിൽ ഒന്ന് കാക്രപ്പാറ ഡാം. കാക്രപ്പാറ ഡാം. രണ്ടാമത്തെ അണക്കെട്ടാണ് ഉക്കായി ഡാം. ഉക്കായി, കാക്രപ്പാറ ഏത് നദിയിലാണ്? താപ്തി നദിയിലാണ്. ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്തിലാണ്. ഈ 2 ഡാമുകളും എവിടെയാണ്? ഗുജറാത്തിലാണ്. താപ്തി എവിടെയാണ് പതിക്കുന്നത്? പഠിച്ചു കഴിഞ്ഞു അല്ലെ. എവിടെയാണ്? അറബിക്കടലിലാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് താപ്തി നദിയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. താപ്തിയുടെ ഒറിജിൻ എവിടെയായിരുന്നു? മധ്യപ്രദേശിൽ. മധ്യപ്രദേശിൽ എവിടെയാണ്? സത്പുര പർവ്വത നിരകളിൽ മുൾട്ടായി മലനിരകളിലാണ്. എത്ര കിലോമീറ്റർ ആണ് നീളം? 724 കിലോമീറ്റർ. താപ്തിയെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? നർമ്മദയുടെ ഇരട്ടയാണ് അല്ലെ. നർമ്മദാ നദിക്കും ഗോദാവരി നദിക്കും മധ്യഭാഗത്തൂടെ ഒഴുകുന്ന നദിയാണ് ഏതാ? താപ്തി എന്ന് പറയുന്നത്. പടിഞ്ഞാറ് വശത്തേക്ക് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപിയൻ നദി. താപ്തി എവിടെയാണ് വന്ന് പതിക്കുന്നത്? അറബിക്കടലിലാണ്. താപ്തിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ്
സൂററ്റ്, നേപ്പാനഗർ. താപ്തി നദിയിലുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് കാക്രപ്പാറ, ഉക്കായി ഡാമുകൾ. താപ്തിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ആനർ, ഗിർന, അരുണാവതി തുടങ്ങിയ നദികൾ. അപ്പോൾ ഉപദ്വീപീയ നദികളായിട്ടുള്ള നർമ്മദയും താപ്തിയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. മറ്റ് ഉപദ്വീപീയ നദികളെ പറ്റി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.